നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും LDF സർക്കാരിനും കനത്ത തിരിച്ചടി ഉണ്ടാകുന്ന സൂചനകൾക്കിടയിൽ മുഖ്യമന്ത്രിയെ രൂക്ഷമായി പരിഹസിച്ച് പാലക്കാട് MLA കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കുട്ടത്തിൽ വീണ്ടും രംഗത്ത്. വോട്ടെണ്ണലിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയും പ്രമുഖ മന്ത്രിമാരും പിന്നിലായ സാഹചര്യത്തിലായിരുന്നു രാഹുലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ചർച്ചയാവുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു പഴയ പ്രയോഗം കടമെടുത്തുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിലെ പരിഹാസം. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവനോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ജനങ്ങളെന്നാണ് രാഹുൽ തന്റെ പോസ്റ്റിൽ കുറിച്ചത്. കൂടാതെ പോ മോനെ വിജയ എന്നല്ല, ഇറങ്ങിപ്പോ വിജയ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആദ്യ ട്രെൻഡുകൾ UDF-നും വലിയ മേൽക്കോയ് നൽകുന്നതിനിടെയാണ് ഈ പ്രതികരണം വന്നത്. ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലാണെന്ന റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു പുറമെ മന്ത്രിസഭയിലെ ഏതാണ്ട് 12ഓളം മന്ത്രിമാരും വോട്ടെണ്ണലിൽ പിന്നിലാണെന്നാണ് സൂചന. ലൈംഗിക ആരോപണ കേസുകളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് നടത്തിയ വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഈ പോസ്റ്റിനെ കാണുന്നത്. രാഹുലിന്റെ ഈ പോസ്റ്റ് നിമിഷങ്ങൾക്കകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കഴിഞ്ഞു. UDF പ്രവർത്തകർ ആവേശത്തോടെ തന്നെ ഈ കുറിപ്പ് ഏറ്റെടുത്തു. ഇന്നലെ പെയ്ത മഴയിൽ മുളച്ച തകരയല്ല എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാഹുൽ മാങ്കുട്ടത്തിൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ട്രോളറായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ ഉയർത്തിയ ആ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തുകയാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിന്നിലായ ആ നിമിഷത്തെ എങ്ങനെയാണ് രാഹുൽ ആഘോഷമാക്കുന്നത്? ഒറ്റ പോസ്റ്റ്, ആയിരക്കണക്കിന് ഷെയറുകൾ രാഹുൽ മാങ്കുട്ടത്തിൽ ലക്ഷ്യമെടുത്ത് കൃത്യം മുഖ്യമന്ത്രിയുടെ നെഞ്ചിലേക്ക് തന്നെയായിരുന്നു. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ജനങ്ങൾ. ഈ വരികൾക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയ ചരിത്രമാണുള്ളത്. മുൻപ് വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി അതൊക്കെ വീട്ടിൽ പോയി ചോദിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആക്രോശിച്ചത് കേരളം മറന്നിട്ടില്ല. അന്ന് മുഖ്യമന്ത്രി ഉയർത്തിയ ആ അഹങ്കാരത്തിന് കാലം നൽകിയ മറുപടിയാണ് ഇന്നത്തെ ഈ ജനവിധി എന്നാണ് രാഹുൽ ഓർമ്മിപ്പിച്ചത്. രാഹുലിനെതിരെ ലൈംഗികാരോപണ കേസുകൾ ഉയർന്നപ്പോൾ നിയമസഭയിലും പുറത്തും മുഖ്യമന്ത്രി നടത്തിയ കടന്നാക്രമണങ്ങൾ വ്യക്തിപരമായിരുന്നു. രാഹുൽ വികൃത മനസ്സുള്ളവനാണ് എന്നിവരെ മുഖ്യമന്ത്രി ആക്ഷേപിച്ചു. ഇതിനെല്ലാമുള്ള മധുര പ്രതികാരമായിട്ടാണ് പോ മോനെ വിജയ എന്നല്ല, ഇറങ്ങിപ്പോ വിജയ എന്ന പ്രയോഗം രാഹുൽ ഉപയോഗിച്ചത്. ഇത് സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഡയലോഗിനേക്കാൾ ആവേശത്തോടെ തന്നെയാണ് UDF സൈബർ പോരാളികൾ ഏറ്റെടുത്തത്. നിലവിലെ കണക്കുകൾ പ്രകാരം ധർമ്മടത്ത് 2800-ലധികം വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ് ലീഡ് ചെയ്യുകയാണ്. ഇത് LDF ക്യാമ്പുകളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം UDF 100 സീറ്റുകൾക്ക് മുകളിൽ ആധിപത്യം തുടരുമ്പോൾ വരും മണിക്കൂറുകളിൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ വരികൾ ഭരണപക്ഷത്തിന് വലിയൊരു മുറിവായി തുടരും. അധികാരത്തിന്റെ ഹുങ്കിന് ജനങ്ങൾ നൽകിയ പ്രഹരമാണ് ഈ വിജയമെന്ന് രാഹുൽ പറയുമ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനാണ്. വോട്ടെണ്ണൽ അവസാനിക്കുമ്പോൾ ഈ പോരാട്ടം എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ മാങ്കുട്ടത്തിലും തമ്മിലുള്ള പോരാട്ടം ഇന്നൊരു പുതിയ തലത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ജനവിധി ഇടതുപക്ഷത്തിനെതിരാകുമ്പോൾ പഴയ മുറിവുകൾക്ക് രാഹുൽ മധുര പ്രതികാരം വീട്ടുന്നു. ആ പോസ്റ്റിലെ ഓരോ വരിയും ഭരണകൂടത്തോടുള്ള രാഷ്ട്രീയ വെല്ലുവിളിയാണ്. ഇറങ്ങിപ്പോ വിജയ എന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ പറയുമ്പോൾ അത് കേവലം ഒരു മുദ്രാവാക്യമല്ല, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഭരണകൂടം തന്നെ വേട്ടയാടിയതിനുള്ള കൃത്യമായ മറുപടിയാണ്. രാഹുൽ മാങ്കുട്ടത്തിനെ ലൈംഗികാരോപണങ്ങൾ ഉന്നയിച്ചതും അർദ്ധരാത്രി ഹോട്ടൽ വളഞ്ഞ് അറസ്റ്റ് ചെയ്തതും മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള മറുപടിയായാണിത്. പഴയ വിജയൻ അല്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ പഴയ ജനങ്ങളല്ല എന്ന് ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി നൽകിയിരിക്കുന്നു. തനിക്കെതിരെ ഉയർത്തിയ ഓരോ ആരോപണത്തെയും ജനവിധിയിലൂടെ രാഹുൽ അതിജീവിച്ചിരിക്കുകയാണ്. പാലക്കാട് മികച്ച ലീഡോടെ UDF മുന്നേറുമ്പോൾ ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ ചങ്കെടുപ്പ് കൂടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വെറും ഒരു ഭരണമാറ്റമല്ല, മറിച്ച് രാഷ്ട്രീയ ധാർഷ്ട്യത്തിന് ജനങ്ങൾ നൽകിയ ഗെറ്റ് ഔട്ട് അടി കൂടിയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ കേരളം കണ്ടത് രാഹുൽ എന്ന യുവാവിനെ ഭരണകൂടം എങ്ങനെയെല്ലാം വേട്ടയാടുന്നു എന്നതാണ്. രാത്രിയിൽ ഈ പോലീസ് വാതിൽ തകർത്തൊക്കെ അകത്തു കയറിയാണ് രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. അതേ രാഹുൽ തന്നെ തനിക്കെതിരെ ഉയർന്ന കള്ളക്കേസുകളെയും മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളെയും ഒക്കെ ജനങ്ങളുടെ കോടതിയിൽ നേരിട്ട് അത് രാഹുലിന് തിളക്കമാർന്നൊരു വിജയമാവുകയാണ്. പോ മോനെ വിജയ എന്നല്ല, ഇറങ്ങിപ്പോ വിജയ എന്ന രാഹുലിന്റെ വാക്കുകൾ കേവലം ഒരു പരിഹാസമല്ല, മറിച്ചൊരു ജനതയുടെ മുഴുവൻ പ്രതിഷേധമാണ്. ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറയുന്നതും സംസ്ഥാനത്ത് UDF തരംഗം ആഞ്ഞടിക്കുന്നതും രാഹുലിന്റെ വാക്കുകൾക്ക് ശക്തി പകർന്നു. തന്നെ വികൃത മനസ്സുള്ളവൻ എന്ന് വിളിച്ച മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പതനം രാഹുൽ ആഘോഷിക്കുകയാണ്. തോൽവി സംബന്ധിച്ച് പിണറായി വിജയൻ പടിയിറങ്ങുന്നത് കാണാൻ കാത്തിരിക്കുന്നുവെന്ന സന്ദേശമാണ് ഈ പോസ്റ്റ് നൽകുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറിയുടെ പിന്നാമ്പുറങ്ങൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയാവുകയാണ്. മാങ്കുട്ടത്തിന്റെ പോസ്റ്റിനു താഴെ അണികൾ നിർത്തുന്ന കാരണങ്ങൾ ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്നു. വർഗീയതയ്ക്കും ധാർഷ്ട്യത്തിനുമെതിരെ കേരളം ഒന്നടങ്കം പ്രതികരിച്ചതിന്റെ നേർചിത്രമാണ് ഈ കമന്റുകൾ.
പച്ചയ്ക്ക് വർഗീയത പറഞ്ഞപ്പോൾ ഉള്ള മതേതര വോട്ടുകൾ കൂട്ടമായി UDF-ലേക്ക്. ഈ ഒരു കമന്റ് മതി ഇടതുപക്ഷത്തിന് എവിടെയാണ് പിഴച്ചതെന്ന് മനസ്സിലാക്കാൻ. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ചില സമുദായങ്ങളെ പ്രീണിപ്പിക്കുവാനും മറ്റു ചിലരെ അധിക്ഷേപിക്കുവാനും ഇടതു നേതാക്കൾ നടത്തിയ നീക്കങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഈ ജനവിധി. ധർമ്മടത്ത് ധർമ്മസങ്കടനം എന്ന പരിഹാസം വെറുമൊരു വാക്കല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മണ്ണിൽ നേടുന്ന പരാജയ ഭീതിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു കാലത്ത് ഉറച്ച കോട്ടയായിരുന്ന ധർമ്മടത്ത് പോലും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നത് പിണറായി വിജയന്റെ രാഷ്ട്രീയ ശൈലിക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി ബാലറ്റിലൂടെ തന്നെ ജനങ്ങൾ നൽകിയിരിക്കുന്നു. ശവത്തിൽ കുത്തല്ലേ കുഞ്ഞേ എന്ന പരിഹാസം ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ അന്ത്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. രാഹുൽ മാങ്കുടത്തിനെതിരെ നടത്തിയ ഓരോ വ്യക്തിഹത്യയും ഇന്ന് ഭരണകൂടത്തിന് തന്നെ തിരിച്ചടിയായി മാറി. അഹങ്കാരത്തിനും വിഭജന രാഷ്ട്രീയത്തിനും കേരളത്തിൽ സ്ഥാനമില്ലെന്ന ഈ പോസ്റ്റുകളും കമന്റുകളും വീണ്ടും വീണ്ടും വിളിച്ചു പറയുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ 10 വർഷം നീണ്ടുനിന്ന ഈ യുഗത്തിന് അന്ത്യമാകുന്നുവെന്ന സൂചനകളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത്. സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കുടത്തിൽ ഉയർത്തിയ ഇറങ്ങിപ്പോ വിജയ എന്ന മുദ്രാവാക്യം ഇപ്പോൾ ഓരോ വോട്ടറുടെ വികാരമായി മാറിയിട്ടുണ്ട്. കമന്റ് ബോക്സുകളിൽ നിറയുന്ന ഓരോ വരിയും ഭരണകൂടത്തിന്റെ വീഴ്ചകളെ അക്കമിട്ട് നിർത്തുന്നു. രാഹുൽ മാങ്കുടത്തിനെതിരെ നടത്തിയ ഓരോ നീക്കവും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ തിരിച്ചടിയായി. ശവത്തിൽ കുത്തല്ലേ എന്ന കമന്റുകൾ ഭരണപക്ഷത്തിന്റെ ഇന്നത്തെ ദയനീയ അവസ്ഥയാണ് ചിത്രീകരിക്കുന്നത്. അധികാരം ശാശ്വതമാണെന്ന് കരുതിയവർക്ക് ജനാധിപത്യം നൽകിയ ഏറ്റവും വലിയ ഗുണപാഠമായി ഈ 2026 തെരഞ്ഞെടുപ്പ് ഫലം മാറുമെന്ന് ഉറപ്പാണ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അധ്യായത്തിനാണ് ഇന്ന് തിരശ്ശീല വീഴുന്നത്. 10 വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് UDF വൻ വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖമായി മാറിയിരിക്കുന്നത് രാഹുൽ മാങ്കുടത്തിൽ എന്ന യുവ നേതാവാണ്. പോരാട്ടങ്ങളുടെയും വേട്ടയാടലുകളുടെയും കാലം കഴിഞ്ഞ് ജനവിധി പുറത്തു വരുമ്പോൾ അത് ഭരണകൂടത്തിനുള്ള വ്യക്തമായ താക്കീതാണ്. ഇറങ്ങിപ്പോ വിജയ. ഇത് വെറുമൊരു പോസ്റ്റ് ആയിരുന്നില്ല, ഇതൊരു ജനതയുടെ പ്രതിഷേധമായിരുന്നു. ഈ ഫലങ്ങൾ തെളിയിക്കുകയാണ്. വർഗീയതയ്ക്കും രാഷ്ട്രീയത്തിനും വിദ്വേഷ രാഷ്ട്രീയത്തിനും കേരളത്തിൽ സ്ഥാനമില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ ഓരോ കമന്റുകളും അക്കമിട്ട് നിർത്തുന്നു. ധർമ്മടത്തെ മുഖ്യമന്ത്രിയുടെ പതനവും സംസ്ഥാനത്തുടനീളം മന്ത്രിമാർ നേരിട്ട തിരിച്ചടിയും ഭരണകൂടത്തിന്റെ അഹങ്കാരത്തിലുള്ള മറുപടിയാണ്. തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ തലയുയർത്തി നിന്ന് വീട്ടിൽ പോയിരിക്കുവാൻ ജനങ്ങൾ പറഞ്ഞുവെന്ന് രാഹുൽ മാങ്കുടത്തിൽ കുറിക്കുമ്പോൾ ഇത് രാഷ്ട്രീയത്തിന്റെ പ്രതികാരത്തിന്റെ മധുരമുള്ള അന്ത്യമായി മാറുന്നു.